ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെ ഇന്ന് ലിവയ്ക്ക് പോവാം, മറ്റേ ലിവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വണ്ടി സാധനമാക്കി എടുത്ത് വെച്ചോണ്ടിരിക്കുക. എല്ലാം എടുത്ത് വെച്ച് നമുക്ക് 3.5 മണിക്കൂർ അല്ലേ? 3.5 മണിക്കൂർ, ഏകദേശം 330 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചലിക്കുക. നമ്മളപ്പോൾ ഉണ്ടല്ലോ ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തെ. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് നമുക്ക് അങ്ങോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ബെനിയാസിലാണ് ലാസ്റ്റ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. പക്ഷെ അന്നേരം നമ്മൾ ഭാഗത്ത് കയറാനിരിക്കണം. അതേസമയം ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് നിർത്താതെ അങ്ങ് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കടയാണ്, അവിടെ നമുക്ക് ഫുഡ് വെള്ളം, പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും. നമുക്കൊന്ന് മേടിച്ചിട്ട് വരാം. സ്നാക്സ് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് എവിടുന്നേലും മേടിക്കാന്ന് ഓർത്തിട്ടാ. കാരണം ഇപ്പൊ അലിയാറ് പാമ്പുണ്ടല്ലോ, അപ്പൊ അവിടെ കയറി ഒന്ന് പെട്രോളും കൂടെ അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. പമ്പിലെത്തി കേട്ടോ പെട്രോൾ അടിക്കാൻ വേണ്ടി. ഇവിടെ ഭയങ്കര തിരക്കുണ്ട് അത്യാവശ്യം. പെട്രോളും സംഭവങ്ങളൊക്കെ എല്ലാം ഫുൾ ടാങ്ക് ആയിരിക്കും. അതിന്റെ ടാങ്ക് നിറഞ്ഞു വരുമ്പോഴത്തേന് സമയമാണ്. എവിടെ ഇല്ല, അതും എനിക്ക് കാര്യമാണ്, അടിക്കാൻ കയറ്റിയേക്കുന്നില്ലല്ലോ. നമ്മളപ്പോൾ ഇല്ലേ, നമ്മളുടെ ഇതിൽ വെള്ളം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതായത് വൈപ്പർ ടാങ്കിൽ വെള്ളം ഒഴിക്കാൻ ഇവിടെ പമ്പിൽ വന്നതാണ്. നമ്മൾ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് ഓർത്താ കേട്ടോ, അത് നടന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് നിറയ്ക്കാമെന്ന് വെച്ചു. കണ്ടോ, നമ്മൾ ഈ ടാപ്പ് ഉണ്ടല്ലോ തനിയെ അടയും കേട്ടോ. നമ്മൾ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ തനിയെ അടയും ഒരു ടാപ്പാണിത്. ചോർന്ന് പോകുന്നുണ്ടോ? ഇല്ലാത്ത ഒത്തിരി കൊള്ളും. ഒറ്റ തവണ നിറച്ചാൽ മതി, കുറേ നാളത്തേന് നിന്നോളും. 3 ലിറ്റർ വെള്ളമായല്ലോ. നമ്മളപ്പം ഇതിപ്പോ ബർത്ത്ഡേയാണ് കേട്ടോ. നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി കട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ കഫറ്റീരിയകളാണ് കൂടുതൽ, റെസ്റ്റോറന്റ് അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് റൈസ് ഐറ്റം കുറച്ചുകൂടെ അപ്പുറത്ത് താഴെ പോയിട്ടെ അവിടുന്ന് നോക്കാന്ന് ഓർത്തിട്ടാണ്. നമ്മളിവിടെ ഒരു കടയിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുക. ഭയങ്കര വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. മറ്റേ അസൽ മന്തി എന്ന് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ കയറി നോക്കാം. പണ്ട് ഞാനിവിടെ ഒരിക്കൽ മേടിക്കാൻ ഇതുപോലെ വന്നേ കേട്ടോ. ഞാനൊരു 10-25 കിലോമീറ്റർ വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്നപ്പോഴത്തേന് ഇതാ തീർന്നായിരുന്നു അവരുടെ രാത്രിയിൽ. അപ്പം നമുക്ക് കടയിലോട്ട് പോയി നോക്കാം. നമ്മളപ്പോൾ റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. ഇപ്പം മെനു നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പ്ലേറ്റ് വാങ്ങി. അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഒരു ചിക്കൻ മക്ബിയും ഒരു കബ്സ, അങ്ങനെ അത്രയും മേടിച്ച കേട്ടോ. രണ്ട് സെറ്റായിട്ട് ഹാഫ് പോർഷന്. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ചുമന്നോണ്ട് പോവുകയാണ്. ഡിസ്പോസിബിൾ പ്ലേറ്റ് ചോദിച്ചപ്പോൾ അവിടെ 20 ദിർഹംസാ പറഞ്ഞേട്ടോ. അപ്പം നമ്മൾ ഓർത്തിപ്പുറത്തെ ഗിഫ്റ്റ് മാർട്ടിലങ്ങനെ കയറി മേടിക്കാമെന്ന്. ഞങ്ങൾ ആ ഫുഡൊക്കെ തന്നെ അവരവിടെ ബാക്കിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അവർ വെച്ചിട്ട് ഇനിയും ദൂരമുണ്ട്, നല്ല അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. ഇനിയും എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണിക്കൂറൂടെ ഉണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം 1:30 2 മണിയായി കേട്ടോ. അപ്പോൾ ഇനിയും 2 മണിയോളമായി. ഇനിയിപ്പം നമ്മൾ 4 മണി 5 മണിയാവും അങ്ങ് എത്തുമ്പോൾ ഇറങ്ങിയൊക്കെ. അപ്പോൾ നമ്മളെ ബെനിയാസ് വിട്ട് ഇതിപ്പം
ഇതൊക്കെയുള്ള വഴി. ഇത് കണ്ട് രണ്ട് സൈഡിലും ഒന്നും ഇല്ല കേട്ടോ, ഫുള്ള് കാലിയാ. ഇനിയിപ്പം പമ്പും എല്ലാം വരുമോ എന്ന് നോക്കണം. വെയിലൊന്നും ഇല്ല കേട്ടോ. ആ വെയിലില്ല, നല്ല മഴക്കോളാ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ലൊരു മഴയുടെ അന്തരീക്ഷം ഉണ്ട്. പക്ഷേ ഇപ്പം വെയിലും വെയിലില്ലായിരുന്നു. ഇവിടെ കുറേ വണ്ടികൾ കയറി പോകുന്നുണ്ട് കേട്ടോ. നല്ല മോഡിഫൈ ചെയ്ത് ഒരുപാട് വണ്ടികൾ കയറി പോകുന്നുണ്ട്. ചിലതിലൊക്കെ സ്റ്റിക്കർ ലിവ 2025 ഇരിക്കുന്നതേ ഉള്ളു. ഇതും നമ്മുടെ 160-ന്റെ റോഡ് തന്നെ കേട്ടോ. പിന്നെ ഡ്രൈവർ അപ്പോൾ സംസാരിക്കും. ഇത് കണ്ട റൈറ്റ് സൈഡിലെ ഡോഡ്ജിന്റെ എന്തോ ഡ്രൈവ് എന്തോ കേട്ടോ, ഫുള്ള് ഡോഡ്ജിന്റെ വണ്ടികളാണ് പോകുന്നത്. ഫുള്ള് നമ്മൾ കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. ഇവർ ഫുള്ള് ചിലപ്പോൾ എന്തെങ്കിലും ക്ലബ് ചെയ്യുന്ന നല്ല ഡ്രൈവ് വല്ലതായിരിക്കും. കാരണം എല്ലാം ഫുള്ള് റൈറ്റ് സൈഡിൽ കൂടി ഉള്ള വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയേ. കുറേ വണ്ടിയുണ്ട്. ഇത് നമ്മുടെ ഒരുപാട് വണ്ടിയുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ള് നമുക്ക് വണ്ടികൾ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ വെച്ചിരിക്കുന്ന മതിലിന്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ്. ഒത്തിരി വണ്ടികളുണ്ട്. നമ്മളപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാ കേട്ടോ. ഫുള്ള് വണ്ടികൾ പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി നമ്മൾ നിർത്തി ഒരു സ്ഥലത്ത് കേട്ടോ, പാർക്കിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ ഇവിടെ ഈന്തപ്പനയൊക്കെ ഉള്ളൊരു സ്ഥലം, ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി. കണ്ടോ, ഫുള്ള് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കണ്ടോ, നമ്മൾ ഫുഡ് ഇങ്ങനെ ഇവിടെ വെച്ചത്. നമുക്ക് ചെയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയറൊക്കെ ഇട്ട ഫുഡ് കഴിക്കാം. നമ്മള് ഒമാനി പോയപ്പം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഈ ചെയറിട്ടാ നമ്മള്. ദേ നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ എടുക്കുന്നത്. നമ്മള് ഈ ക്രിസ്മസ് ട്രീ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ ക്രിസ്മസ് ട്രീ വാങ്ങി. അപ്പൊ ദേ നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ഇതിന്റെ അകത്ത് കിടക്കും. കണ്ടോ, നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ച് കസേരയൊക്കെ ഇങ്ങനെ ഇട്ട് കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. ഞങ്ങളെ അപ്പോൾ ഇവിടെ കഴിക്കാൻ ഇരുന്ന് കേട്ടോ. ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടോ. ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതോടെ വെച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ ഇരിക്കുക. വണ്ടി ഇവിടോട്ട് ഇറക്കിയിട്ട്, ഇത് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ വണ്ടി കുറച്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ട് ഇവിടെ ഇരിക്കുക. ഇതാ നമുക്ക് പോകേണ്ടിയ റോഡ്. നമ്മളപ്പം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇവിടെ ഇരുന്ന്. പക്ഷെ കുറച്ച് ഈച്ച വന്നായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ആട്ടിയാട്ടിയാട്ടിയാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ പോകാൻ പോവാം അങ്ങോട്ട്. ഇവിടുന്ന് ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മണിക്കൂറുണ്ട് കേട്ടോ നമുക്ക് ഇനിയും എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ വണ്ടികൾ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക്. അപ്പം കഴിച്ചിട്ട് ഇറങ്ങി കുറച്ച് സമയമായി കേട്ടോ ഇറങ്ങിയിട്ട്. നമ്മളപ്പോൾ 6 മണിയാവും എത്തുമ്പോഴേക്കും. അപ്പം
നമുക്ക് വാഷ്റൂം നോക്കണം. അപ്പൊ ഇനിയിപ്പം അടുത്ത പമ്പ് എവിടെയാന്ന് അറിയത്തില്ല. പമ്പിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഒരു 10-20 മിനിറ്റത്തെ യാത്രയും കൂടെ ഉണ്ട്. വാഷ്റൂമിലൊന്ന് പോകണം, പിന്നെ പെട്രോളും കൂടെ ഒന്ന് അടിച്ചേക്കാന്ന് വെച്ച് പകുതിയായി. ഇപ്പം നമുക്ക് സമയം എടുക്കും കേട്ടോ, ഞങ്ങൾ കുറച്ച് അധികം സമയം കഴിക്കാൻ അവിടെ ഇരുന്ന്. അതുകൊണ്ട് കുറേ സമയം അവിടെ ഇരുന്നു. അവിടെ ഈന്തപ്പനകളൊക്കെ ഉണ്ടായിരുന്നോണ്ടില്ലേ, അവിടെ കസേരയൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ഇരുന്നു. ഇതേ കണ്ടോ വണ്ടിയൊക്കെ പോകുന്നതാണ്. ഇതെനിക്ക് വണ്ടിയാണ് തോന്നുന്നു അല്ലേ? അല്ലേ? രസമാണ് നോക്കിയേ, കളർ തന്നെ ഭയങ്കര രസമുണ്ട്. FJ കേട്ടോ, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. 12 മിനിറ്റ് ആണല്ലോ. നമ്മളെ അപ്പം പമ്പിൻ്റെ അവിടെ എത്തി കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ അവർ വാഷ്റൂമിൽ പോകാൻ ഇറങ്ങിപ്പോയി. ഞങ്ങളപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുക എന്നല്ല, ക്യൂവിൽ കിടക്കുക. ഇനി ഈ വണ്ടി മൊത്തം കയറണം, എന്നാലേ ഇവിടുന്ന് കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ പമ്പുണ്ട് കേട്ടോ, ഫ്രണ്ടിലോട്ട് പമ്പുകളുണ്ട്. എനിക്കൊന്ന് കഴിക്കാൻ വേണമെങ്കിൽ നമ്മൾ ആ അവിടുന്ന് ബനിയാസിന്ന് മേടിച്ചിട്ട് വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേലത്തെ പമ്പുകളെ ഉള്ളെന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കേട്ടോ, നമ്മൾ പെട്രോൾ അടിച്ച് അവർ വാഷ്റൂമിൽ ഇവിടെ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ അവരവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളിങ്ങനെ പുറമോട്ടൊക്കെ ഒന്ന് വന്നതാണ്. ഇത് കണ്ട് ഇവിടെ സൺസെറ്റാണ്, ഞങ്ങൾ ഇത് കണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പുറമോട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ആ സ്റ്റോറില്ല, മറ്റേ ഓയിലിൻ്റെയൊക്കെ സ്റ്റോറേ ഉള്ളൂ, അതേ കണ്ടുള്ളൂ. കണ്ടോ ഇവിടെ നല്ല സൺസെറ്റാണ്. തണുപ്പാണേൽ കുറഞ്ഞ പോലെ തോന്നി, ഇപ്പം അത്രയും തണുപ്പ് തോന്നിക്കുന്നില്ല. ഇനിയിപ്പോൾ അവർ വാഷ്റൂമിൽ പോയിട്ട് വരണം, എന്നിട്ട് പോകണം. ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുക, അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുക. കാരണം അവിടെ ഫുള്ള് വണ്ടിപ്രാന്തന്മാരും ഭയങ്കര വണ്ടികളുമാണല്ലോ. അപ്പം അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. ഇത് കണ്ടോ, ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2026 നമ്മളിപ്പം ഏകദേശം സന്ധ്യയായി, 5:45 കേട്ടോ. അപ്പം തന്നെ ഏകദേശം ഇരുട്ടും. നമ്മൾ 7 മണിയാവും നമ്മൾ എത്തുള്ളൂ. നമ്മൾ 12:30 ഇറങ്ങിയതാ കേട്ടോ. അതെ, 12:30 ഇറങ്ങിയതാ. നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഭാഗ്യം 80 റോഡ് മാറി 140 ആയി. പിന്നെ നമ്മള് വാഷ്റൂമിൽ കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കുറേ സമയം